شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. لا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഖിയാമയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 30-ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അന്നത്തെ ദിവസം അള്ളാഹുവിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. പുനർജന്മം നൽകപ്പെടുന്ന ദിവസത്തെ അവസ്ഥകളാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യൻ മരിച്ചത്, അങ്ങനെയാണ് അവനെ ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു തെമ്മാടി മരണപ്പെടുന്നത് അല്ലെങ്കിൽ കുറ്റവാളി മരണപ്പെടുന്നത്, അങ്ങനെ തന്നെയാണ് അവനും ഹാജരാക്കപ്പെടുന്നത്. അപ്പോൾ മരിക്കുന്ന സമയം ക്ലിയർ ആവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളും ക്ലിയർ ആവണം എന്ന് ചുരുക്കം. കുല്ലു നഫ്സിൻ തുഹ്ശറു അലാ ഹവാഇഹാ ഫമൻ ഹവൽ കുഫ്റ ഫഹുവ മഅൽ കഫറ വലാ യൻഫഉഹു അമലുഹു ശൈആ. ഓരോ മനുഷ്യനും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് മഹ്ശറയിൽ പുനർജന്മം നൽകപ്പെടുക. അപ്പോൾ കുഫർ താല്പര്യപ്പെട്ട്, സത്യനിഷേധം ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ കാപഢ്യത ഇഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ നടന്നിരുന്ന ഒരാളാണെങ്കിൽ അയാൾ കാഫിറുകളുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മുനാഫിഖുകളുടെ കൂടെ ആയിരിക്കും. ഓന് കുറേ കാര്യങ്ങൾ ചെയ്തോ പ്രവർത്തിച്ചോ ദുനിയാവിൽ അതൊന്നും അവിടെ അവന് ഉപകാരപ്പെടുകയില്ല. ഖബറുകളിൽ നിന്നും മഹ്ശറിലേക്ക് സൃഷ്ടികൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സമയത്ത് കുറ്റവാളികളായ ആളുകളെ മുഖം കുത്തിക്കൊണ്ടായിരിക്കും കൊണ്ടുവരിക എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ 97-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയൻ വബുക്മൻ വസുമ്മ. ഖിയാമത്ത് നാളിൽ ഇത്തരം കാഫിരീങ്ങളായ ആളുകളെ അലാ വുജൂഹിഹിം മുഖം നിലത്ത് കുത്തിയവരായി മഹ്ശറിലേക്ക് കൊണ്ടുവരും. പിന്നെയോ ഉംയൻ വബുക്മൻ വസുമ്മൻ, അന്ധരായി, ഊമകളായി, ബധിരരായി അവരെ നാം ഒരുമിച്ച് കൂട്ടുന്നതാണ്. മഹാനാണക്കേടായിരിക്കൂലേ മുഖം നിലത്തുകുത്തി വലിച്ചഴച്ചു കൊണ്ടുവരപ്പെടുന്ന ആളുകൾ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചു, യാ നബി അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ യുഹ്ശറുൽ കാഫിറു അലാ വജ്ഹിഹി. എങ്ങനെയാണ് നബിയെ അല്ലാഹു തആല ഈ പറയപ്പെട്ടതുപോലെ മുഖം കുത്തിയിട്ട് എങ്ങനെയാണ് കാഫിറിനെ കൊണ്ടുവരിക? എങ്ങനെ ഇപ്പം മുഖം കുത്തിയിട്ട് മനുഷ്യന് നടക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈസല്ലദീ അംശാഹു അല റിജ്ലൈനി ഫിദ്ദുനിയാ ഖാദിറൻ അലാ അൻ യുംശിയഹു അലാ വജ്ഹിഹി യൗമൽ ഖിയാമ. രണ്ട് കാലിന്മേൽ ദുനിയാവിൽ നടത്തിയ അള്ളാഹുവിന് ഖിയാമത്ത് നാളിൽ ആ ചങ്ങായിനെ മുഖത്തിന്മേൽ നടത്താൻ കഴിവില്ലേ? ഈ രണ്ട് കാലും നടക്കണപ്പോൾ ഇങ്ങനെ കണ്ടത് കൊണ്ടാണല്ലോ നമ്മൾ പറയണത് രണ്ട് കാലുണ്ടെങ്കിൽ നടക്കാൻ പറ്റുമെന്നൊക്കെ. അതിപ്പോൾ അള്ളാഹു തന്നത് കൊണ്ട് അള്ളാഹു നടത്തിയതല്ല. രണ്ട് കാലിൽ, ആ രണ്ട് കാലിൽ ദുനിയാവിൽ നടത്തിയ അവനെ അള്ളാഹുവിന് മുഖത്തിന്മേൽ നടത്താൻ എന്താണല്ലോ പ്രയാസം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചത്. സുബ്ഹാനല്ലാഹ്. പല ആളുകളും പല രൂപങ്ങളിലാണ് ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുക എന്നാണ്. എന്നിട്ട് മഹ്ശറിലേക്ക് അവരെ കൊണ്ടുവരിക. യബ്അസുല്ലാഹു യൗമൽ ഖിയാമത്തി നാസൻ ഫീ സുവരിദ് ദുർരി. അതെ, എന്താണ് പറയുക, ദർറത്ത് എന്ന് പറയില്ലേ? ദർറത്ത് എന്ന് പറഞ്ഞാൽ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ. ആ സൂറയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അണുമണി എന്നൊക്കെ നമ്മൾ പറയില്ല, ചെറിയ തൂക്കാൻ പോലും കഴിയാത്ത അത്രയും ചെറിയ ഒരു യൂണിറ്റാണ് നമ്മൾ അങ്ങനെ പറയുക അല്ലേ, അണുമണി തൂക്കം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ചില ആളുകളുടെ ചെറിയൊരു മണിയുടെ രൂപത്തിൽ അല്ലാഹു തആല അവരെ പുനർജന്മം നൽകപ്പെടും. തീരെ കാണാണ്ടാവില്ല, ചെറിയൊരു സാധനക്കാരൻ. എന്നിട്ട് അങ്ങനെ ആ ആളുകളെന്താവും, മറ്റുള്ള ആളുകൾ അവരുടെ കാലുകൾ കൊണ്ട് ചവിട്ടി അരച്ചു പോകും. അപ്പോൾ ആളുകൾ ചോദിക്കും, അത്രേ ആരാണിവർ, ഇങ്ങനെ ഈ
ചെറിയ കടുകുമണിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ അണുമണിയുടെ രൂപത്തിലൊക്കെ പുനർജനനപ്പെട്ട ഈ കൂട്ടക്കാർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി ഉണ്ടാകും, എത്ര ഹാഉലാഇൽ മുതകബ്ബിറൂന ഫിദ്ദുനിയ, ദുനിയാവിൽ കിബർ നടിച്ച ആളുകളാണ് ഇവർ. ദുനിയാവിൽ വലിയ കിബറന്മാരായി അഹങ്കാരം നടിച്ച് നടന്നിരുന്ന ആളുകളാണ്, വലിയ ആൾക്കാരായി നടന്നിരുന്ന ആളുകളാണ്. അവരെ ഇവിടെ വളരെ ചെറിയവരാക്കി അല്ലാഹു തആല കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റുള്ള ആളുകൾ അവരുടെ കാലുകൾ കൊണ്ട് ചവിട്ടി അരച്ച് മെതിച്ച് നടന്നു പോകുന്ന ഒരു ചെറിയ രൂപങ്ങളിൽ അള്ളാഹു അവരെ പുനർജന്മം നൽകി കൊണ്ടുവന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മുതകബ്ബിരീങ്ങളുടെ അവസ്ഥയാണത്. കിബിർ ലേശം പോലും വേണ്ട. ഈ കിബിർ ഭയങ്കര അപകടം വരുത്തുന്ന സംഗതിയാണെന്ന്. അഹങ്കാരം നമ്മൾ എത്ര വേണ്ടാന്ന് വിചാരിച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പതുങ്ങി ഒളിഞ്ഞ് നമ്മുടെ കൽബിലേക്ക് എത്തുന്നൊരു സാധനമാണിത്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. അണുമണി തൂക്കാൻ കിബിറുണ്ടെങ്കിൽ സ്വർഗത്ത് കളക്കില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ. കിബിറുണ്ടെങ്കിൽ മനുഷ്യനെ പലതിൽ നിന്നും ആ കിബിർ മാറ്റി നിർത്തും എന്നാണ്. പ്രത്യേകമായി മാറ്റി നിർത്തുന്ന സംഗതി അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവില്ല. കിബിർ നടിച്ച ആളുകളെ ഈ രൂപത്തിലാണ് അള്ളാഹു തആല ഖിയാമത്ത് നാൾ കൊണ്ടുവരുന്നത്. റബ്ബ് നമ്മളെ കാക്കട്ടെ, ആമീൻ. കുറ്റവാളികളുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് അള്ളാഹു വേറെയും പല ആയത്തുകളിലും സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഇബ്രാഹിമിലെ 49-50 ആയത്തുകളിൽ ഈ വിഷയം പറയുന്നുണ്ട്. بسم الله الرحمن الرحيم وترى المجرمين يومئذ مقرنين في الأصفاد سرابيلهم من قطران وتغشى وجوههم النار. എന്താണ് ആയത്തെന്നൊക്കെ അറിയോ? وترى المجرمين يومئذ مقرنين في الأصفاد, ചങ്ങലയിൽ അന്യോന്യം ബന്ധിപ്പിക്കപ്പെട്ടതായ അവസ്ഥയിൽ കുറ്റവാളികളെ നിങ്ങൾക്ക് കാണാം അന്ന്. وترى المجرمين, കുറ്റവാളികളെ നബിയെ അങ്ങേക്ക് കാണാം. യൗമഇദൻ, അന്നേ ദിവസം, മുഖറനീന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിട്ടിട്ടുണ്ട്. എവിടെ? ഫിൽ അസ്ഫാദി, ചങ്ങലകളിൽ. മുജ്രിമീൻ എന്നാ പറഞ്ഞോട്ടെ, കുറ്റവാളികൾ എന്ന്. കാഫിരികൾ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ. തെറ്റുകൾ ചെയ്ത ആളുകൾ തൗബ ചെയ്ത് മടങ്ങണേ. അള്ളാഹു നമ്മളെ തെറ്റുകളൊക്കെ പുറത്ത് മാപ്പാക്കി തരട്ടെ, ആമീൻ. എന്നിട്ട് പറയണ ആയത്തിന്റെ ശേഷം, സറാബീലുഹും മിൻ ഖത്റാനിൻ, അവരുടെ കുപ്പായങ്ങളൊക്കെ കറുത്ത ടാറ് കൊണ്ടുള്ളതാണ്. വതഗ്ഷാ വുജൂഹഹുമുൻ നാർ, അവരുടെ മുഖങ്ങളെ തീ പൊതിയുന്നതുമാണ്. ഈ ടാറ് കൊണ്ടുള്ള കുപ്പായത്തിൻ്റെ പ്രത്യേകത എന്താ? തീയിലാളി കത്തും. ടാറ് കത്തുന്ന സാധനമല്ലേ, ഫ്ലൈമബിൾ അല്ലേ. ആ ദിവസത്തെ ഭയാനകതകൾ കാരണം കുറ്റവാളികളായ ആളുകളുടെ നിറം നീല കളറായി മാറും എന്നാണ്. മനുഷ്യന്മാർ പൊതുവെ പേടിച്ചു വറച്ചാൽ പിന്നെന്താണ് പറയുക, മുഖം വിറളുക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. മുഖം വിളറുക എന്ന് പറയും. മുഖത്ത് ചോരയൊക്കെ വറ്റുക എന്ന് പറയും. അല്ലെങ്കിൽ മുഖത്തിൻ്റെ കളർ മാറുക എന്ന് പറയും. അല്ലെങ്കിൽ പേടിച്ചാൽ പല ആളുകളും നീല നിറമായി മാറും ശരീരം, പ്രത്യേകിച്ച് മുഖമൊക്കെ. സൂറത്ത് ത്വാഹയിൽ 102-ാമത്തെ ആയത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യുൻഫഖു ഫിസ്സൂരി വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ, അതായത് കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ദിവസം കുറ്റവാളികളെ അന്നേ ദിവസം നീലവർണ്ണമുള്ളവരായി നാം ഒരുമിച്ച് കൂട്ടുന്നതാണ്. സുർഖാ വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ, പേടിച്ച് ബേജാറായിട്ട്. കുറ്റവാളികളുടെ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകളും റബ്ബിന്റെ ആയാത്തുകളും ഒക്കെ കണ്ണടച്ച് നിഷേധിക്കുകയും അതൊക്കെ അവഗണിച്ച് തോന്നിയ പോലെ ജീവിക്കുകയും ചെയ്ത ആളുകളെ അന്ധന്മാരായിട്ടാണ് മഹ്ശറയിലേക്ക് ആനയിക്കുക. സൂറത്ത് ത്വാഹയിലെ 124, 126 ആയത്തുകളിൽ, 124 മുതൽ 126 വരെയുള്ള ആയത്തുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ. അള്ളാഹുവിൻ്റെ ദിക്ർ വിട്ട് അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് ഇടുങ്ങിയ ജീവിതമാണ് ദുന്യാവിലുണ്ടാകുക എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാളിൽ നാം അവരെ പുനർജന്മം നൽകി കൊണ്ടുവരുന്നത് അന്ധരായിട്ടാണ്. അപ്പൊ അന്ധരായി പുനർജന്മം നൽകി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇയാൾ അള്ളാഹുവിനോട് ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനി അഅമ, പടച്ചവനെ എന്തിനാ നീ എന്നെ അന്ധനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വഖദ് കുൻതു ബസീറ, എനിക്ക് ദുന്യാവിൽ കാഴ്ച ഉണ്ടായിരുന്നല്ലോ, എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ. അള്ളാഹു തആല പറയും, കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ,
നിനക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയ സമയം നീ അത് മറന്നു കളഞ്ഞല്ലേ ദുനിയാവിൽ. വകദാലിക്കൽ യൗമ തുൻസ, അതുപോലെ ഇന്ന് നീയും മറക്കപ്പെടുന്നവനാണ്. നിന്നെ ഞാൻ നോക്കൂല, നിനക്കിന്ന് കണ്ണ് വേണ്ട, നിനക്കിന്ന് കാഴ്ചയില്ല. വകദാലിക്കൽ യൗമ തുൻസ, നീ അന്ന് എൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ച് മറന്നു കളഞ്ഞതുപോലെ ഇന്ന് ഞാൻ നിന്നെയും അവഗണിക്കുകയും മറക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ. അങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ എന്താ പിന്നെ ചെയ്യലേ? അള്ളാഹു നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അള്ളാഹു നമ്മളെ മറന്നാൽ പിന്നെ എന്താ ചെയ്യുക? പരിശുദ്ധ ഖുർആനിൽ വേറെയും നിരവധി ആയത്തുകൾ ഇതുപോലെയുണ്ട്. അതൊക്കെ ഓതുമ്പോൾ എന്താക്കണം? ഒരു ഓർമ്മ വേണം. പരലോക ജീവിതത്തിൻ്റെ ദൈർഘ്യവും അവിടുത്തെ കാഴ്ചകളും കാണുമ്പോൾ അതേവരെ തങ്ങൾ ഭൂമിയിൽ കഴിച്ചുകൂട്ടിയ കാലം വളരെ കുറച്ച് മാത്രമായിരുന്നു എന്ന് കുറ്റവാളികൾ തനിയെ പറഞ്ഞു പോകുമെന്നാണ്. അവിടുത്തെ പ്രയാസങ്ങൾ കാണുമ്പോൾ ദുന്യാവിൽ ഇപ്പം നമ്മൾ ആകെ എത്ര കുറഞ്ഞ സമയം നിന്നിട്ടുള്ളൂ. സൂറത്തുൻ നാസിആത്തിൽ 46 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. ആ ഖിയാമത്ത് നാളിനെ മഹ്ശറ അല്ലെങ്കിൽ ബഅസിനൊക്കെ കാണുന്ന ആ സമയം അവർ പറയും, ദുന്യാവിൽ നമ്മളിപ്പോൾ ആകെ നിന്നത് ഒരു വൈകുന്നേരം ഒരു രാവിലെയുള്ള ചെറിയ കുറഞ്ഞ സമയമോ അത്ര മാത്രമേ നമ്മൾ ദുനിയാവിൽ നിന്നിട്ടുള്ളൂ അല്ലേ? അങ്ങനെ അവർക്ക് തോന്നും. എന്ന് പറഞ്ഞാൽ അത്രയും ഭയാനകമാണ് മഹ്ശറിലിറങ്ങം എന്നർത്ഥം. അവരിങ്ങനെ അങ്ങോട്ട് കൊണ്ട് തർക്കിക്കുമെന്നാണ്. കുറഞ്ഞ സമയം 10 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കുറഞ്ഞ സമയം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നിന്നിരുന്നത് ദുനിയാവിൽ അല്ലെങ്കിൽ താമസിച്ചിരുന്നത് എന്ന് പരസ്പരം അവർ അന്യോന്യം പതുക്കെ പറയും എന്ന് സൂറത്ത് ത്വാഹയിലെ 104-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യതഖാഫതൂന ബൈനഹും ഇല്ല ബിസ്തും ഇല്ല അശ്റ നഹ്നു അഅലമു ബിമാ യഖൂലൂന ഇദ് യഖൂലു അംസലുഹും തരീഖതൻ ഇല്ല ബിസ്തും ഇല്ല യൗമാ. യതഖാഫതൂന ബൈനഹും, അവർ പരസ്പരം അന്യോന്യം പതുക്കെ പറയും, സ്വകാര്യം പറയും. ഉറക്കെ പറയാൻ ധൈര്യമല്ല, പടച്ചവന് മുമ്പിലല്ലേ, ആരാണെന്ന് ഒച്ചുണ്ടാക്കുക. അവർ പതുക്കെ പറയും, എന്ത്? ഇല്ല ബിസ്തുമില്ല അശ്റ, 10 ദിവസമല്ലാതെ നിങ്ങൾ ഭൂമിയിൽ താമസിച്ചിട്ടില്ല. അവരങ്ങനെ പല അഭിപ്രായങ്ങളും പറയുന്ന കൂടുതൽ അഭിപ്രായമാണത്. നഹ്നു അഅലമു ബിമാ യഖൂലൂന, എന്നിട്ട് അല്ലാഹു തആല പറയണം അവരെത്രയാണ് ഭൂമിയിൽ താമസിച്ചത് എന്നൊക്കെ കൃത്യമായി അറിയുന്ന ആള് ഞാൻ മാത്രമാണ്. ഇദ് യഖൂലു അംസലുഹും തരീഖതൻ ഇല്ല ബിസ്തും ഇല്ല യൗമാ. അവരിൽപ്പെട്ട ഏറ്റവും ന്യായം പറയുന്ന ഒരാൾ, ശരിയായി പറയുന്ന ഒരാൾ, ശരിയായ അഭിപ്രായം പറയുന്ന ഒരാൾ എന്താ പറയുക? ഒരൊറ്റ ദിവസം മാത്രമേ നിങ്ങൾ ഭൂമിയിൽ താമസിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ എന്താണ് പറയുക? ആളുകളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേ നമ്മളിപ്പോൾ ഒരു ദിവസം അവിടെ താമസിച്ചത് ഒരു ദിവസം താമസിച്ചമാര് തോന്നുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയം മാത്രമേ താമസിച്ചമാര് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ രാവിലെയുള്ള കുറച്ച് സമയം അത്ര തോന്നുള്ളൂ അല്ലേ? വേറെ ചില ആൾക്കാർ 10 ദിവസം താമസിച്ചിട്ടില്ലേ? ഇങ്ങനെ ഏതായാലും ദുനിയാവിൽ 60, 63, 70, 90, 100 വർഷം ജീവിച്ച ആളുകളും അവിടത്തെ പറയും, ദുനിയാവിൽ നമ്മൾ ആകെ കുറഞ്ഞ സമയം ജീവിച്ചിട്ടുള്ളൂ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ തർക്കിച്ച് പറയണം എത്രയെന്ന്. വളരെ ചുരുങ്ങിയ സമയം എന്ന് സൂചിപ്പിക്കാനാണ് അള്ളാഹു തആല ആ ഒരു തർക്കം ഇവിടെ അതേപോലെ എടുത്തു പറയുന്നത്. കൂട്ടം കൂട്ടമായിട്ടാണ് മഹ്ശറയിലേക്ക് ആളുകൾ പുറപ്പെടുക എന്നും പരിശുദ്ധ ഖുർആനിലുണ്ട് അല്ലേ? സൂറത്ത് നബയിലെ 18 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജ. സൂറ നഹ്ലത്തിൽ ഊതപ്പെട്ടാൽ കൂട്ടം കൂട്ടമായി റബ്ബിലേക്ക് വന്നെത്തും. ഇലാ റബ്ബിക യൗമഇദിൻ മസാഖ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്ത് അതാണ്. അള്ളാഹുവിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. പക്ഷേ ആ കൂട്ടം കൂട്ടമായി പോകുന്ന സമയത്ത് എന്നാൽ എല്ലാവരും നമുക്ക് പിന്നെ ഗ്രൂപ്പായിട്ടാണ് പോവാ. കുറേ ആൾക്കാരുണ്ടല്ലോ, കൂട്ടം കൂട്ടമായിട്ട് രസമായിട്ട് ആടിപ്പാടിയാണ് പോവാ. അങ്ങനെ ഉണ്ടോ? അല്ല, അങ്ങനെയാണല്ലോ. നമ്മൾ ഒരു കൂട്ടം ആളുകൾ ഇഞ്ചിപ്പോയി ഞാൻ ഒറ്റക്കല്ലേ, 1-2 ആളുകൾ തുണക്കുണ്ടെങ്കിൽ രസമായിട്ട് അങ്ങനെയാണ് നടന്നാണ് എത്തും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെയാണ് കൂട്ടമായിട്ടൊരു അടിച്ചു പൊളിച്ചാണ് പോവാ എന്ന് കരുതണ്ട. ആ ഒരു സമയം നിങ്ങൾ എത്ര കൂട്ടം കൂട്ടമായിട്ടാണെങ്കിലും ഒരാൾക്കും മറ്റൊരാളെക്കുറിച്ച് ചിന്തയോ ഓർമ്മയോ ഒന്നും ഉണ്ടാവില്ല. പരസ്പരം കണ്ടാൽ ബന്ധുക്കളാണെങ്കിലും ഉമ്മവാപ്പമാരാണെങ്കിലും മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും തിരിഞ്ഞു നോക്കൂല, ചിന്തിക്കൂല. നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടുകയാണ്. എൻ്റെ കാര്യം എന്ന് മാത്രമേ അന്ന് ചിന്തയുള്ളൂ. അവനവൻ്റെ കാര്യം തന്നെ അന്ന് ഓരോരുത്തർക്കും പിടിപ്പതിലധികം ഉണ്ടാകും സ്വന്തം കാര്യം തന്നെ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അബസയിൽ 33 മുതൽ 37 വരെയുള്ള ആയത്തിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഇദാ ജാഅത്തി സ്വാഖ യൗമ യഫ്റുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിന്റെ അർത്ഥം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വിശദമായി കുറച്ചുകൂടെ ഈ ഒരു രംഗത്തെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അള്ളാഹുവിലേക്ക് പോകുന്ന രംഗം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.